പോലീസ് മർദ്ദനത്തിനെതിരെ പ്രതിപക്ഷത്തു നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. KSUവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ്. മാർച്ച് അക്രമാസക്തമായിരുന്നു. സംസ്ഥാന പോലീസ് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ പരാജയമാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോപണ വിധേയരായിട്ടുള്ള പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നിയമസഭയിലേക്ക് മാർച്ച് KSUവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. നിരവധി പ്രവർത്തകരാണ് മാർച്ചിനൊപ്പം അണിചേരുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പോലീസ്. ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് മുൻപോട്ട് നീങ്ങാൻ KSU പ്രവർത്തകർ ശ്രമം നടത്തിയിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പോലീസുമായി ഏറെ നേരത്തെ സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു. പ്രവർത്തകർ അക്രമാസക്തമായ നിലയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. നിയമസഭയ്ക്ക് തൊട്ട് അടുത്ത് വെച്ച് സമീപ പ്രദേശത്ത് വെച്ച് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പോലീസ് നേരെ കല്ലേറുണ്ടായി, ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിരവധി പ്രവർത്തകരാണ് മാർച്ചിൽ അണിചേരുന്നത്. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ സർക്കാർ ഒരുക്കി നൽകുന്നു. ആഭ്യന്തര വകുപ്പ് പരാജയമാണ്, മുഖ്യമന്ത്രി പരാജയമാണ് എന്നടക്കമുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഇപ്പോൾ KSUവിന്റെ മാർച്ച് നിയമസഭയിലേക്ക് നടക്കുന്നത്. TS ഹരികൃഷ്ണൻ സംഭവ സ്ഥലത്ത് നിന്നും ചെയ്യുന്നുണ്ട്. ഹരി, എത്രത്തോളം പ്രവർത്തകർ മാർച്ചിനൊപ്പം അണിചേരുന്നുണ്ട്? ഇതുവരെ ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ? 100-ലേറെ പ്രവർത്തകർ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. KSU പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി MLA ഹോസ്റ്റൽ പരിസരത്ത് നിന്നാണ് ഈ മാർച്ച് ആരംഭിച്ചത്. പാളയം വഴി നിയമസഭയിലേക്ക് എത്തുകയായിരുന്നു. നിയമസഭയ്ക്ക് പരിസരത്ത് വെച്ച് തന്നെ പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് ഈ മാർച്ച് തടഞ്ഞു. നിരവധി പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഇവർ ബാരിക്കേഡ് മറികടന്ന് മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി. ആ സമയത്താണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. 4-5 തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. അതേസമയം തന്നെ പ്രവർത്തകർ ഈ KSUവിന്റെ കൊടി കെട്ടി വന്ന കമ്പുകളും മറ്റുമൊക്കെ പോലീസിന് നേരെ എറിയുന്നുണ്ടായിരുന്നു. ചില പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പോലീസിന് നേരെ കല്ലെറിയുന്ന സാഹചര്യവും ഉണ്ടായി. നിലവിൽ ഇപ്പോൾ ഒരു അക്രമ സംഭവങ്ങളൊന്നുമില്ല. എങ്കിൽ കൂടിയും ഈ K മുരളീധരൻ അദ്ദേഹം ഇപ്പോൾ ഈ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തകർക്കൊപ്പം നിന്ന് സംസാരിക്കുകയാണ്. പോലീസ് സംയമനം പാലിച്ച് പരിസരത്ത് തന്നെയുണ്ട്. ഹരി, ഏത് ഭാഗത്താണ് ഇപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞിരിക്കുന്നത്? അവിടേക്കാണോ ഇപ്പോൾ പ്രവർത്തകർ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്? മുതിർന്ന പ്രവർത്തകരൊക്കെ ഉണ്ടോ? അതോ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നാണോ ഈ മാർച്ചിന് ആഹ്വാനം? സംസ്ഥാന നേതാക്കളായി ആരൊക്കെയുണ്ട് നേതൃത്വം നൽകാൻ? തിരുവനന്തപുരത്തെ പ്രവർത്തകരുമുണ്ട്. മറ്റ് പരിസരത്തുള്ള ജില്ലകളിലെ, അതായത് കൊല്ലം, പത്തനംതിട്ട, അവിടത്തേക്ക് പ്രവർത്തകരൊക്കെ KSUവിന്റെ പ്രവർത്തകരൊക്കെ ഈ മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളാരും തന്നെ ഇല്ല. K മുരളീധരൻ അല്പസമയം മുമ്പാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു KSUവിന്റെ മാർച്ച് നിയമസഭയ്ക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ആ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി എത്തുമെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തി കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ മാർച്ച് തടഞ്ഞിരിക്കുന്നത്, അതായത് സംസ്ഥാനത്തെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടക്കുന്നത്. പ്രതിപക്ഷം തന്നെ നിയമസഭയിൽ ഉൾപ്പെടെ പ്രതിഷേധവും അടിയന്തര പ്രമേയം ഉൾപ്പെടെ വിഷയങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതിന് പിന്നാലെയാണ് KSUവിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് നിയമസഭയിലേക്ക് തന്നെ അവർ പദ്ധതിയിട്ടത്. ആ മാർച്ചാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത്. ചന്ദ്രശേഖരൻ പോലീസിന്റെ പരിസരത്ത് അതിലേക്ക് ഇറങ്ങുന്ന ലേഖിന്റെ ബാരിക്കേഡുകൾ പോലീസ് കെട്ടിയിരിക്കുന്നത്. അതുവരെ പ്രവർത്തകർക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞ് പ്രവർത്തകർ കയറാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് അവരെ തടഞ്ഞത്. TS ഹരികൃഷ്ണനാണ് സംഭവ സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. KSUവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നിയമസഭയിലേക്ക് മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. സഭാ സമ്മേളനം നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ ആഭ്യന്തര വകുപ്പ് പരാജയം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ മാർച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSUവിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നത്.